ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇവിടെ 2 പഴം 4 കീറായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നെയ്യിലിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 4 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് തേങ്ങയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചെറിയത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പഴം നല്ല മധുരമുള്ളത് കാരണം അത്രയും മതി. ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിൽ വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് മറ്റൊരു ഫ്രൈ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇതിലേക്ക് ഫ്ലാറ്റായി നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ശേഷം അതിന് മുകളിൽ മറ്റൊരു ബ്രെഡ് കൂടി വെച്ചിട്ട് അത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ബ്രെഡിന്മേൽ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ബ്രെഡിൻ്റെ മറ്റേ ഭാഗം കൂടി ഒരു ബ്രൗൺ കളർ ആകും വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ഏത്തപ്പഴം ചേർത്ത് കൊടുക്കണം. ഏത്തപ്പഴം ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്രയും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം ഈ ഒരു രീതിയിൽ വഴന്നു വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിന് നമുക്ക് പഴത്തിന് മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം മധുരം. അപ്പോൾ അത് നന്നായിട്ട് ആ പഞ്ചസാര അതിൽ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അല്പം സമയം മാറ്റി വെക്കണം ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരികിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നെയ്യ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 6 ബ്രെഡ് ഇതുപോലെ ചെറുതാക്കിയിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെ ചെറുതാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതാ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിന്റെ കൂട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ മിക്സിയിലേക്ക് 2 മുട്ട ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഏലക്കായ ചേർക്കണം. ശേഷം ഇതിലേക്ക് നമ്മളൊരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ മധുരത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കൂട്ടിലേക്ക് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക. ഏലക്കായൻ്റെ ആ ഒരു തണ്ടും കരൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാർക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലൂടെ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. സാധാ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അടിയിലൊരു പാനോ അല്ലെങ്കിൽ തട്ടോ വെച്ചതിന് ശേഷം മുകളിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ടോ സ്പാറ്റിൽ വെച്ചിട്ടൊക്കെ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ. അത് ഇതിന് മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മൊത്തം ആ നേരത്തെ ചേർക്കുമ്പോൾ തന്നെ ചേർത്തിട്ട് ഈ ഒരു ഭാഗത്ത് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഒന്ന് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു പപ്പടക്കോലും കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് കുക്കായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു നെയ്യ് തടവിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമ്മുടെ മറ്റേ ഭാഗം കൂടി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഭാഗം കുക്കായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുക. നമ്മുടെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൽ ആ പഴമൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു ചിക്കൻ ബ്രെഡ് റോളാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്.
ഇതിനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 10 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളക് കീറിയതുമാണ്. പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആവശ്യമെങ്കിൽ ഇത് എടുത്ത് മാറ്റാം. എന്നാൽ കുട്ടികൾക്കൊന്നും എരിവിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ശേഷം ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒന്ന് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ കരിവേപ്പില 2 തണ്ട് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഉള്ളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് അതോടൊപ്പം തന്നെ വേവണം. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ ചിക്കൻ മസാല, അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ശേഷം അത് നമ്മുടെ കൈകൊണ്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മൈദയുടെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് മുട്ട ചേർത്ത് കൊടുത്താൽ മതി. മുട്ടയുടെ ഒരു കൂട്ടിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുത്താലും മതി. ഇവിടെ ഞാൻ മൈദയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എത്ര ബ്രെഡ് എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ മൈദയും വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് വളരെ കട്ടിയുള്ള ഒരു പേസ്റ്റ് അല്ല, ഒരു ലൂസ് ആയിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് ഉണ്ടാവേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി എടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അരികൊന്നും കളയുന്നില്ല, നമ്മൾ മുഴുവനായിട്ട് എടുക്കുകയാണ്. പക്ഷേ ഇത് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെള്ളം മൊത്തത്തിൽ നമ്മൾ കളയണം. ഈ രീതിയിൽ നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ നമ്മുടെ ഫില്ലിംഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഓവറായാലും നമുക്കിത് ഇതിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ കഴിയില്ല. ശേഷം നമ്മളിത് ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് മടക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു 4 ഭാഗം നമ്മൾ ഈ ഒരു നടുവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് വെള്ളം നനച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ചില ഭാഗത്ത് പൊട്ടിപ്പോന്നാൽ നമുക്ക് പ്രശ്നമല്ല. എന്നാലും നമ്മൾ ആ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടത് ഇങ്ങനെ ഇപ്പോൾ എങ്ങനെ ഈ ഒരു ഷേപ്പായിട്ട് കിട്ടും. ശേഷം നമ്മൾ ഇത് ആ മൈദയുടെ ഒരു മിക്സിൽ നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മൈദയുടെ മിക്സിലാക്കിയതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസിലാണ്. ബ്രെഡ് ക്രംസ് ഇത് നന്നായിട്ട് ഇതിന് മേലെ പൊതിയും. അതോടുകൂടി ഇത് നന്നായിട്ട് ഒരു നല്ലൊരു കോട്ടിംഗ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊട്ടിപ്പോയാലും പ്രശ്നമല്ല. ബ്രെഡ് കോട്ടിംഗ് കൂടി ഉണ്ടാകുമ്പോൾ അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഡബിൾ കോട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ല, ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കാണുമ്പോൾ പ്രയാസമാണെന്ന് കരുതുമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് എത്ര എണ്ണാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ 2 ഭാഗം ഒരുപോലെയുള്ള കളറായി വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റാം. അപ്പോൾ അത് മറിച്ചിട്ട് 2 ഭാഗം ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മളെ ബ്രെഡിലും മൈദയിലൊക്കെ മുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ എണ്ണയിൽ നിന്ന് പൊരിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ ഈസിയാണ്. നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് തേങ്ങാമുറി എന്നൊക്കെ പറയാം. തേങ്ങാമുറി ആണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു മുട്ട എടുത്തിട്ട് തന്നെയാണ് ചെയ്യുക. ഇതിനെ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു മുട്ടയെ 4 ആയിട്ട് കീറിയതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യാനുള്ള മുട്ടയുടെ കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മുട്ട എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തൊന്ന് അടിച്ചെടുക്കുക. 1 സ്പൂൺ പാൽപ്പൊടി, അതുപോലെ 2 സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇവിടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ പച്ചമുളകാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ആവശ്യത്തിന് കുരുമുളക് പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ഉരുളക്കിഴങ്ങ് ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കൂട്ട് റെഡിയായി. ഇനി അടുത്തതായിട്ട് വേണ്ടത് പുഴുങ്ങി എടുത്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ പുഴുങ്ങി എടുത്തിട്ടുള്ള മുട്ടേനെ ഇവിടെ 4 ആയിട്ട് കീറിയെടുക്കുകയാണ്. ഒരു മുട്ട 4 ആയിട്ടാണ് കീറിയെടുക്കുന്നത്. ഈ രീതിയിൽ ഒരു മുട്ട നമുക്ക് കീറിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഓരോ മുട്ടയും ഇതുപോലെ കോൺഫ്ലോറിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കയ്യിൽ ഇതുപോലെ ഒന്ന് എണ്ണ പുരട്ടണം. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തണം. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ഈ കോൺഫ്ലോർ പൊതിഞ്ഞെടുത്തിട്ട് മുട്ട ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക.
എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കുക. ശേഷം വീണ്ടും നമ്മൾ മുട്ടയുടെ ഒരു മിക്സിൽ പൊതിഞ്ഞെടുക്കുക. ഇത് 2 കോട്ടിങ് ചെയ്താൽ നന്നായിട്ടൊരു സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ബ്രെഡ് ക്രംസിൽ തന്നെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് എല്ലാ മുട്ടകളും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 3 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 12 നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്നിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 തരം ബ്രെഡ് ടോസ്റ്റ് ആണ്. ഒന്ന് സ്പൈസി ആയിട്ടുള്ളതും ഒന്ന് സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്പൈസി ആയിട്ടുള്ളതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ വേണ്ടത് ഒരു പിടി അല്ലെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 കോഴിമുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതും നമ്മൾ ഈ കൂട്ടിലേക്കൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം. നമുക്ക് പാൽപ്പൊടി അല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ ഒരു കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ പാനിൽ ഒന്ന് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഭാഗം കുറച്ചൊരു ബ്രൗൺ കളറായി വന്നാൽ നമ്മൾ മറിച്ചിട്ട് 2 ഭാഗം ഈ ഒരു രീതിയിൽ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം. ആ നെയ്യിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. വേറെ മിക്സ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ മേലെ കുറച്ച് നെയ്യാക്കിയിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് മക്കൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് മുമ്പ് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് കാണാം. നമ്മൾ നെയ്യിൽ ഇതൊന്ന് ടോസ്റ്റ് എടുത്ത ശേഷം ഇതിന് മേലെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഈസിയാണ്. ബ്രെഡ് ഉണ്ടെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യമായി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് കുറച്ച് മെൽറ്റായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അത് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയ ശേഷം നമ്മളതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്തിട്ട് അതുപോലെ മാറ്റി വെക്കണം. ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. 2 പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പഴം ഇതുപോലെ നമ്മൾ നെയ്യ് വഴന്നു വന്നാൽ നമ്മൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4-5 ഏലക്കായ ചതച്ചതാണ്, അല്ലെങ്കിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് സമയത്ത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. നമ്മൾ പഴം നല്ല പഴുത്ത പഴം അല്ലെങ്കിൽ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2.5 സ്പൂൺ പഞ്ചസാരയാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് ഇളക്കിയെടുക്കണം. ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണെങ്കിൽ ബ്രെഡ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയുടെ ഒരു മിക്സാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 സ്പൂൺ മൈദയും അതിനാവശ്യമായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ കൂട്ടിൽ നിന്ന് അല്പം എടുത്തിട്ട് ഉന്നക്കായുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഓരോന്നെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൽ ചേർത്ത് കൊടുക്കും. ഇങ്ങനെ ആകുമ്പോൾ എല്ലാത്തിലും അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉണ്ടാകും. മറ്റേത് നമ്മളിതിൽ മൊത്തത്തിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ചിലതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉണ്ടാവാതെ പോവുകയും ചെയ്യും. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സിൽ ഒന്ന് പൊതിഞ്ഞതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പം എല്ലാതും ഇതുപോലെ ആദ്യം മൈദയുടെ കൂട്ടിലും പിന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് നമ്മൾ മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി എല്ലാ സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 6 ബ്രെഡാണ്. അത് ചെറുതാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം അതിലേക്ക് 3/4 കപ്പോളം തേങ്ങ ചിരിയത് ചേർത്ത് കൊടുക്കണം. ശേഷം അതിലേക്ക് വേണ്ടത് 4 ഏലക്കായ ചതച്ചത്, 2 സ്പൂണ് പഞ്ചസാര. ഇത്രയും ചേർത്തിട്ട് ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. തേങ്ങയുടെ നനവുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നനവ് കിട്ടുന്നില്ല എങ്കിൽ ഒരു സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് ഈ രീതിയിൽ ബോളാക്കിയെടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് വെക്കണം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇതുപോലെ മൊത്തത്തിൽ എല്ലായിടവും നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് പൊരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ ബോളും ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കണം. നല്ല ചൂടിൽ ആവരുത്, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും. കാരണം ഇത് ബ്രെഡ് ആണല്ലോ പുറത്തുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ കളറാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഒരു ബ്രെഡ് ഹൽവ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ശേഷം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഇവിടെ ഞാനൊരു 6 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് ഇട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 6 കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമ്മൾ നെയ്യിൽ തന്നെ വാട്ടിയെടുക്കണം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോരിയെടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതൊരു നട്ട്സ് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇടാം. ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നെയ്യ് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡുകളൊക്കെ ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കും. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 5 സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് മുഴുവൻ നമുക്ക് നെയ്യിൽ നന്നായി മൊരിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി ബ്രെഡ് മുറിച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് എടുത്താൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് അങ്ങനെ ചെയ്യാം. ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ തീയിലിട്ട ശേഷം ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടിയും നല്ല ചൂടുവെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ആ ബ്രെഡിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ നെയ്യിൽ വാട്ടി എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതുപോലെ ഈത്തപ്പഴമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൽ ഈത്തപ്പഴം കൂടി ഇട്ടത് കാരണം ചിലപ്പോൾ നല്ല മധുരമായിരിക്കും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4 ഏലക്കായ ചതച്ചതാണ്. നമ്മുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതേ സമയത്ത് അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിലേക്ക് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ബ്രെഡിൽ ഉപ്പുള്ള ബ്രെഡാണ്, അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല സ്വീറ്റ് ബ്രെഡാണ് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ നന്നാകും. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി അത് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നേരത്തെ നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ചൂടോടെയും കഴിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാനിത് ഗാർണിഷ് ചെയ്യുന്നത് ഈത്തപ്പഴം വെച്ചിട്ട് തന്നെയാണ്. ഈത്തപ്പഴം ചെറുതായിട്ട് കീറിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി അങ്ങനെ എന്ത് വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈത്തപ്പഴം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി, ഈ ഒരു ബ്രെഡ് ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.